+1 എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ +1 എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. നമുക്ക് അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള നോട്ടുകൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മളിനി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വെച്ചുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു ക്ലാസ്സിന് കാണാനെത്തുകയും ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ കൂടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്, അതായത് ഈ ഒരു ചാപ്റ്റർ 1 ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ പോയിൻ്റ് വൈസ് ആയിട്ട് അതിൻ്റെ മലയാളം ഉൾപ്പെടെ, അതായത് മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ധാരാളം ഉണ്ടാവും. ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്ന കുട്ടികൾക്കും അതിൻ്റെ മലയാളാർത്ഥം, അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളാർത്ഥം അതിൻ്റെ താഴെ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് പഠിച്ചു പോകുന്നതിനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം നിങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇക്കോണമി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് പോയിൻ്റ് വൈസായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോക്കുക, ഒന്നാമത്തെ പോയിൻ്റ്, ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഇക്കോണമി ബിഫോർ ദ ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യയുടെ ഇക്കോണമി സ്വാതന്ത്ര്യമുള്ളതായിരുന്നു വെച്ചാൽ എന്താണ്, മറ്റ് ഫോറിൻ കൺട്രീസിൻ്റെ ഒന്നും ഇടപെടലില്ലാതെ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇക്കോണമി ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, അഗ്രികൾച്ചർ വാസ് ദി മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവന ഉപാധി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, അല്ലേ? കൃഷി മാത്രമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ദെൻ ഇക്കോണമി ഹാഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ പലതരത്തിലുള്ള മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, അതായത് ഉൽപ്പാദന പ്രക്രിയകൾ, പലതരത്തിലുള്ള ഉൽപ്പാദന കാര്യങ്ങളിൽ അവർ ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻസ് വെയർ പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു. കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ്, കോട്ടൺ തുണികളും സിൽക്ക് തുണികളും, അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ, മറ്റ് മെറ്റൽ വർക്കുകൾ, അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺ വർക്ക്സ്, വിലയേറിയ മൂല്യമുള്ള കല്ലുകളുടെ വർക്കുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർ ചെയ്തിരുന്നു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലും ഇന്ത്യക്കാർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ദീസ് പ്രോഡക്ട്സ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ്. ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ലോകമെമ്പാടും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, നല്ലൊരു വിപണി ഉണ്ടായിരുന്നു. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് മലയാളം നോട്ടുകൾ നോക്കാം കേട്ടോ. നമ്മളിത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ അതേ മലയാള അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും മലയാളത്തിൽ പഠിക്കുന്നവർക്കും അത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മലയാളം മാത്രമായിട്ട് നിങ്ങൾക്കത് പഠിച്ച് നിങ്ങൾക്ക് എക്സാമിന് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണ സമയത്ത്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇന്ത്യൻ ഇക്കോണമി ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള അവസ്ഥയായിരുന്നെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ്, ദ ഇക്കണോമിക് പോളിസീസ് ഫോളോഡ് ബൈ ബ്രിട്ടീഷ് വെയർ മോർ കൺസേൺഡ് വിത്ത് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടൻ ദാൻ വിത്ത് ഡെവലപ്പിംഗ് ദി ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഇവിടെ ഇക്കണോമിക് പോളിസീസ് ഫോളോഡ് ബൈ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്ത ആ ഇന്ത്യയെ സംബന്ധിച്ച ഇക്കണോമിക് പോളിസി, സാമ്പത്തികമായിട്ടുള്ള നയങ്ങളെന്ന് പറഞ്ഞാൽ വെയർ മോർ കൺസേൺഡ് വിത്ത്, അവർ കൂടുതലും ശ്രദ്ധിച്ചത്, കൺസേൺഡ് വിത്ത് എന്തായിരുന്നു, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടൻ്റെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക തുടങ്ങിയതായിരുന്നു. ദാൻ വിത്ത് ഡെവലപ്പിംഗ് ദി ഇന്ത്യൻ ഇക്കോണമി വളർത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടേതായ ചില സാമ്പത്തിക താല്പര്യങ്ങൾ, അവർക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള ഇക്കണോമിക് പോളിസി ആയിരുന്നു അവർ ഇന്ത്യക്ക് വേണ്ടിയും ഫോളോ ചെയ്തു വന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ദിസ് ലെഡ് ടു ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഇൻ ടു എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്കണോമിക് പോളിസി കാരണം ഇത് എന്തിലേക്കാണ് നയിച്ചത്? ലെഡ് എന്ന് വെച്ചാൽ നയിച്ചു, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, അതായത് ഒരു മാറ്റത്തിലേക്ക് നയിച്ചു.
എന്തായിരുന്നു മാറിയത്? നേരത്തെ ഇന്ത്യ കൂടുതൽ മാനുഫാക്ചർ ചെയ്ത് കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അത് എന്തായിട്ട് മാറി? ഇന്ത്യ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. നമുക്കറിയാം റോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളാണ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അതായത് ഫൈനലായിട്ട് വിൽക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണല്ലേ, അതിനുവേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളാണ്. അത് മാത്രം കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ആൻഡ് എ കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ഈ റോ മെറ്റീരിയൽ ഇന്ത്യ അങ്ങോട്ട് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിട്ട് ബ്രിട്ടൻ അത് ഉപയോഗിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി അത് ഇന്ത്യക്കാർക്ക് വിറ്റു. അപ്പോൾ ഇന്ത്യക്കാർ അതിൻ്റെ കൺസ്യൂമറായി. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ നഷ്ടമായി. ദെൻ ദ കൊളോണിയൽ ഗവൺമെൻറ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എത്രയാണ്, ദേശീയ വരുമാനം എത്രയാണ്, ഒപ്പം തന്നെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എന്നൊക്കെ മലയാളത്തിൽ പറയും. അത്തരത്തിലുള്ള ഇൻകം എന്താണെന്നോ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുവാനോ അതനുസരിച്ച് ഇന്ത്യയുടെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ കൂട്ടി കൊണ്ടുവരാനുള്ള യാതൊരു നടപടികളും ബ്രിട്ടീഷുകാരുടെ കാലത്തുനിന്നുണ്ടായില്ല. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ, അതായത് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതിൻ്റെ 4ാമത്തെ പോയിൻറ്റ്, ഇക്കണോമിക്സ് ഡേക്ക് ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻലെ ഷിറാസ്, VKRB റാവു ആൻഡ് RC ദേശായി. അപ്പോൾ ഇത്തരം ആളുകളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവരൊക്കെയായിരുന്നു, അതായത് ഇന്ത്യക്കാർ തന്നെയായിരുന്നു, ഇന്ത്യയിലെ തന്നെ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ഈ ആളുകളായിരുന്നു ഇന്ത്യയുടെ നാഷണലും ഇൻകം അപ്പോൾ തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം എത്രയാണ്, പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി അതിലൊരു കണക്കെടുപ്പ് നടത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാമായിരുന്നു. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം, ഇവരിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം അല്ലേ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ആ ഒരു കണക്കെടുപ്പ് എസ്റ്റിമേറ്റ് നടത്തിയത് ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിൽ നടത്തിയത് VKRB റാവു ആയിരുന്നു. ഹു ക്ലെയിംഡ് ദാറ്റ് ഇന്ത്യൻ ഇക്കോണമി ഗ്രൂ അറ്റ് ദ റേറ്റ് ഓഫ് 2% പെർ ആനം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 2% മാത്രമായിട്ട് അദ്ദേഹം കണക്കുകൂട്ടി. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഓരോ വർഷവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നത് 2% മാത്രമായിരുന്നു. ഇപ്പോഴൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7%, 8% ആ റേറ്റിലേക്ക് വളരുമ്പോൾ അന്നത്തെ കാലത്ത് വെറും 2% ആയിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നത്. ദെൻ ദ പെർ ക്യാപിറ്റ ഇൻകം ഹവർ ഗ്രൂ അറ്റ് ലെസ് ദാൻ 0.5% പെർ ആനം. പെർ ക്യാപിറ്റ ഇൻകം ആളോഹരി വരുമാനത്തിന് കണക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5%, 0.5% താഴെയായിരുന്നു അതിൻ്റെ വളർച്ച. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദി ഇന്ത്യൻ ഇക്കോണമി വാസ് ഡെവലപ്പിംഗ് അറ്റ് ആൻ എക്സ്ട്രീംലി ലോ റേറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൂചകം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് ദ ഇന്ത്യൻ ഇക്കോണമി വാസ് ഡെവലപ്പിംഗ് അറ്റ് ആൻ എക്സ്ട്രീംലി ലോ റേറ്റ്. ഇന്ത്യൻ ഇക്കോണമി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, വികസിച്ചുകൊണ്ടിരുന്നത് അറ്റ് ആൻ എക്സ്ട്രീംലി വളരെയധികം ലോ റേറ്റിൽ, ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരുന്നത്. അതായത് ആളോഹരി വരുമാനം 0.5% വളർന്നു, ദേശീയ വരുമാനം വെറും 2% മാത്രമേ വളർന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അത് വളരെ ഏറ്റവും കുറഞ്ഞ റേറ്റായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അന്നത്തെ കാലത്ത് വളർന്നുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു, അഗ്രികൾച്ചർ സെക്ടർ എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നറിയാം. ദെൻ ഇന്ത്യൻ ഇക്കോണമി അണ്ടർ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ വാസ് ഫണ്ടമെൻ്റലി അഗ്രേറിയൻ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഇക്കോണമിയിൽ കൂടുതൽ ആളുകളും കാർഷിക മേഖലയുമായിട്ട് പ്രവർത്തിച്ചു വന്നവരായിരുന്നു. അത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലും ഒരു അഗ്രേറിയൻ ആയിട്ടുള്ള ആ ഒരു വ്യവസ്ഥ തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നോക്കിയിരുന്ന ആളുകളായിരുന്നു കൂടുതൽ. അഗ്രേറിയൻ സമ്പദ് വ്യവസ്ഥയായിരുന്നു. അഗ്രികൾച്ചർ ഡ്യൂറിങ് ദിസ് പീരീഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ കൂടുതൽ ആളുകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചെങ്കിൽ പോലും ആ ഒരു അഗ്രികൾച്ചറൽ മേഖല, കാർഷിക മേഖല എന്ന് പറയുന്നത് അത് ഫേസ് ചെയ്തത് സ്റ്റാഗ്നേഷൻ ആയിരുന്നു. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദീഭവിച്ച അവസ്ഥ എന്നാണ്, അതായത് വികസനമില്ലാതെ മുരടിച്ച അവസ്ഥ എന്നാണ്. അതായത് കാർഷിക മേഖലയിൽ ജോലി ചെയ്ത ആളുകൾക്കൊന്നും കൃഷിയിൽ നിന്ന് വലിയ കൂടുതലായിട്ടൊന്നും ആദായം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വാസ് ബിക്കം ലോ അല്ലേ. പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ ഉൽപ്പാദനക്ഷമത, കാർഷിക വിളകളുടെയൊക്കെ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു, പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. എന്തുകൊണ്ടായിരുന്നു സ്റ്റാഗ്നേഷൻ എന്നും പല കാരണങ്ങൾ പറയുന്നുണ്ട്. സ്റ്റാഗ്നേഷൻ ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ വാസ് കോസ്ഡ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ വളർച്ച മുരടിച്ചതിന് കാരണം ഇറ്റ് വാസ് കോസ്ഡ്. കാരണം എന്തായിരുന്നു, മെയിൻലി ബൈ വേരിയസ് ലാൻഡ് ആൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെൻറ്. അതായത് നമുക്ക്
ഭൂമിയുമായിട്ടും ഒപ്പം തന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായം അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. ഉദാഹരണത്തിന് സെമീന്ദാരി സിസ്റ്റം പോലുള്ള സിസ്റ്റമൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. എന്താണ് സെമീന്ദാരി സിസ്റ്റം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അഗ്രികൾച്ചർ മേഖലയിൽ ഒരു വളർച്ച മുരടിച്ച് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി വീണ്ടും അഗ്രികൾച്ചറൽ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്ത് സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി പോയിൻറ്റ്സ് കൂടെ നോക്കാം നമുക്ക്. ഇന്നാഡിക്വേറ്റ് ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചനത്തിലുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. അതായത് നമ്മൾ വിളകളൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം അല്ലേ, അപ്പോൾ ഇറിഗേഷൻ ഫെസിലിറ്റി കുറവായിരുന്നു. ആൻഡ് ഇൻസഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ വളം ഇടൽ, ഒപ്പം തന്നെ ജലസേചനം കുറവ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയുടെ ഉപയോഗക്കുറവ് അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ടഡ് ടു ദി ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതെല്ലാം അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഒരു ലോ ലെവലിൽ, കുറഞ്ഞ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ സംഭാവന ചെയ്തു. ദ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒക്കേഡ്. ഒപ്പം തന്നെ ഈ അഗ്രികൾച്ചറൽ മേഖലയിൽ തന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുത്തത് അതിൻ്റെ കൊമേഴ്സ്യലൈസേഷനാണ്, എന്ന് വെച്ചാൽ വാണിജ്യവൽക്കരണം. വിത്ത് ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സും ഉണ്ട്. ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഷിക മേഖലയിൽ പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് നമ്മൾ കൊണ്ട് വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് റബ്ബർ, അതൊരു ക്യാഷ് ക്രോപ്സിന് ഉദാഹരണമാണ് അല്ലേ. അതുപോലെ വിറ്റ് നമുക്ക് ക്യാഷാക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള വിൽക്കാൻ പറ്റിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു ഫാർമേഴ്സിനോട് ബ്രിട്ടീഷുകാർ അതിനുള്ള പ്രോത്സാഹനമായിരുന്നു നൽകിയിരുന്നത്. ഇൻസ്റ്റെഡ് ഫുഡ് കോർപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷ്യവസ്തുക്കളുടെ അഗ്രികൾച്ചർ, അതിൻ്റെ ഒരു കൃഷി, അതിനെ പ്രോത്സാഹിപ്പിക്കാതെ ക്യാഷ് ക്രോപ്സ്, വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. വിച്ച് വർ അൾട്ടിമേറ്റ്ലി യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഫോർ ദി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഡെവലപ്മെൻറ്റിന്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വികസനത്തിന് വേണ്ടിയായിരുന്നു അവർ ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ ഫേസ്ഡ് ഇഷ്യൂസ് ലൈക്ക്, അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറലിസ്റ്റ്, അവരുടെ കർഷകർ അവർ ഫേസ് ചെയ്ത മറ്റു ചില കാര്യങ്ങളായിരുന്നു ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർക്ക് കയ്യിൽ കൃഷിക്ക് വേണ്ടി മുടക്കാൻ ക്യാഷ് ഇല്ലായിരുന്നു, കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്നാഡിക്വേറ്റ് ഫ്ലഡ് കൺട്രോൾ, വെള്ളപ്പൊക്കവും മറ്റും കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആൻഡ് പുവർ ഡ്രെയിനേജ് സിസ്റ്റം, ചില കാര്യങ്ങളൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം, അതായത് വെള്ളമൊക്കെ ഒഴുക്കി നീർവാഴ്ച ഉണ്ടാകുന്ന തരത്തിലുള്ള കൃഷികളൊക്കെ നടത്താൻ വേണ്ടി അവർക്ക് അതിനുള്ള ഡ്രെയിനേജ് സിസ്റ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു അഗ്രികൾച്ചറൽ സെക്ടർ, ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ അവസ്ഥ. ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലേക്ക്, സ്റ്റാഗ്നേഷനിലേക്ക് പോകാനുള്ള കാരണങ്ങൾ കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഇതുമായിട്ട് നമ്മൾ പറഞ്ഞ സെമീന്ദാരി സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോൺവാലിസ് പ്രഭു. കോൺവാലിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രഭുവാണ്. അതായത് 1793 അദ്ദേഹം കൊണ്ടുവന്ന ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്ട്, ആ നിയമത്തിൻ്റെ കീഴിലാണ് സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ സെമീന്ദാർ അല്ലെങ്കിൽ ജമീന്ദാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മിഡിൽ മെൻ അപ്പോയിൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ടു കളക്ട് ടാക്സസ് ഫ്രം കൾട്ടിവേറ്റേഴ്സ്. അതായത് കർഷകരിൽ നിന്ന്, കൾട്ടിവേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം കർഷകർ എന്നാണ്. കർഷകരിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ മിഡിൽ മെൻ, ഇടനിലക്കാരായിരുന്നു ജമീന്ദാർ അല്ലെങ്കിൽ സെമീന്ദാർസ്. ഇൻട്രസ്റ്റ് ഓഫ് ദി സെമീന്ദാർസ് വാസ് ഓൺലി ടു കളക്ട് റെൻറ്റ്. അപ്പോൾ ഇവിടെ സെമീന്ദാർമാർ അവർ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്തിരുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് ലാൻഡിൻ്റെ റെൻറ്റ്, വാടകയിന ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. വിതൗട്ട് കൺസിഡറിങ് ദി ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി കൾട്ടിവേറ്റേഴ്സ്. കർഷകരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, അവർക്ക് ആ വർഷം കൃഷിയിൽ ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ, നഷ്ടം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നികുതി കൃത്യമായിട്ട് അല്ലെങ്കിൽ റെൻറ്റ്, വാടക കൃത്യമായിട്ട് അവർ പിരിച്ചു വാങ്ങിച്ചിരുന്നു. ദ പ്രോഫിറ്റ് അക്രൂയിങ് ഔട്ട് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും ഇതുപോലെ നികുതിയായിട്ട് സെമീന്ദാർമാരിലൂടെ ബ്രിട്ടീഷുകാരിലേക്ക് എത്തുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഒരു സെമീന്ദാരി സിസ്റ്റവും ഇന്ത്യൻ എക്കോണമിയിൽ അതിൽ കർഷകരുടെ അവസ്ഥ വളരെ പരിതാപകരമാക്കി തീർത്തു. ഇനി നമ്മൾ നോക്കുന്നത് കണ്ടീഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂള്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ, വ്യവസായിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അതിൻ്റെ വിപണനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വ്യവസായ മേഖലയിൽ വരിക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ദ ഡിക്ലൈൻ ഓഫ് ദി ഇൻഡിജിനസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുമ്പ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, കരകൗശല വസ്തുക്കളുടെയൊക്കെ നിർമ്മാണവും
അതിൻ്റെയൊക്കെ കയറ്റുമതിയും ഇന്ത്യയിൽ വ്യാപകമായിരുന്നു. അപ്പോൾ തദ്ദേശീയമായിട്ടുള്ള ഇൻഡിജിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയമായ ഇന്ത്യയിൽ തന്നെ നമ്മൾ പരമ്പരാഗതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായി. ഡിക്ലൈൻ എന്ന് വെച്ചാൽ കുറവുണ്ടായി. ക്രിയേറ്റഡ് മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ആളുകൾക്കും മാസീവായിട്ട് ജോലി നഷ്ടപ്പെട്ടു. വളരെയധികം അൺഎംപ്ലോയ്മെൻറ്റ്, അവരെല്ലാം തൊഴിൽ രഹിതരായി. ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വാസ് ദ ഓൺലി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1907. 1907 സ്ഥാപിതമായിട്ടുള്ള ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയായിരുന്നു. വളരെ വലിയൊരു കമ്പനിയായിട്ട് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു കമ്പനി. ദർ വാസ് നോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ടു ഹെൽപ്പ് പ്രൊമോട്ടേഴ്സ് ഫർദർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ദർ വാസ് നോ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസ്, യന്ത്രങ്ങൾ, അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രി ഒന്നും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നില്ല. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ന്യൂ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് റിമെയിൻ വെരി സ്മോൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യവസായ മേഖലയുടെ ആ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്കും അതിൻ്റെ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വരുമാനം, മൊത്തത്തിലുള്ള വരുമാനം അല്ലേ, ആ വരുമാനത്തിലേക്ക് ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വ്യവസായ മേഖലയുടെ കോൺട്രിബ്യൂഷനൊക്കെ എന്തായിരുന്നു? ഇറ്റ് റിമെയിൻ വെരി സ്മോൾ. അത് വളരെ ചെറുതായിട്ട് അവശേഷിച്ചു. റിമെയിൻഡ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ ലിമിറ്റഡ് ഇൻ റെയിൽവേസ്. അതായത് പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവായിരുന്നു. അത് റെയിൽവേ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ. പവർ ജനറേഷൻ, അതായത് വൈദ്യുതി ഉൽപ്പാദനം, കമ്മ്യൂണിക്കേഷൻ മേഖല, പോർട്സ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, തുറമുഖങ്ങൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, അങ്ങനെ ചെറിയ കുറച്ച് മേഖലകൾ മാത്രമായിട്ട് ഗവൺമെൻറ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട മേഖലകൾ അത് മാത്രമായിരുന്നു. അടുത്ത് നോക്കുക, കണ്ടീഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള്. വിദേശ വ്യാപാരത്തിൻ്റെ അവസ്ഥ. ഫോറിൻ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ വ്യാപാരം എന്നാണ്, പുറത്തേക്കുള്ള കയറ്റുമതി ഇറക്കുമതി, അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. ഇന്ത്യ ഹാസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് നേഷൻ സിൻസ് ആൻഷ്യൻ ടൈംസ്. അപ്പോൾ ഇന്ത്യ പുരാതന കാലം മുതലേ, ആൻഷ്യൻ ടൈംസ് മുതലേ ഒരു ട്രേഡിംഗ് നേഷനായിരുന്നു. അതായത് കച്ചവടങ്ങൾ ധാരാളമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. ഹവർ ദ പോളിസീസ് ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് താരിഫ് ഫോളോഡ് ബൈ കൊളോണിയൽ ഗവൺമെൻറ്. പക്ഷേ എന്നിരുന്നാൽ പോലും കൊളോണിയൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണല്ലേ, അവരുടെ ആ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട താരിഫ്, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോളിസി കാരണം അഡ്വൈസറി അഫക്റ്റഡ് ദ സ്ട്രക്ചർ, കമ്പോസിഷൻ ആൻഡ് വോളിയം ഓഫ് ഇന്ത്യ ഫോറിൻ ട്രേഡ്. അതെല്ലാം ഇന്ത്യയുടെ ആ ഒരു വിദേശ വ്യാപാരത്തെ എല്ലാം അഡ്വൈസറി വളരെ പ്രതികൂലമായിട്ട് അത് അഫക്റ്റ് ചെയ്തു. ഇന്ത്യയുടെ കച്ചവടങ്ങൾ, അത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി എടുക്കൊണ്ടിരുന്നത്, അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ വോളിയം, അതിൻ്റെ അളവ്, അതെല്ലാം വളരെ കുറഞ്ഞു. അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ്. ബ്രിട്ടീഷ് റൂളിൽ ഇന്ത്യ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈമറി ആയിട്ടുള്ള, അതായത് റോ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അസംസ്കൃത വസ്തുക്കളാണ്. റോ സിൽക്ക്, അതായത് സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തു, സിൽക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യം അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ മാത്രം കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. കോട്ടൺ തുണികൾ, കമ്പിളി തുണികൾ, ഷുഗർ അല്ലേ, പഞ്ചസാരയുടെ നിർമ്മാണം, ഇൻഡിഗോ, ജൂട്ട്, അപ്പോൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ ആ ഒരു റോ രൂപത്തിലുള്ള അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ മാത്രം കയറ്റി അയക്കുന്ന രാജ്യമായിട്ട് മാറി. ആണ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സ്. ഒപ്പം തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്തു ഇത്തരത്തിലുള്ള ഫിനിഷ്ഡ് പ്രൊഡക്ട്സുകൾ, അതായത് കോട്ടൺ, സിൽക്ക്, വൂളൻ ക്ലോത്ത്, അതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ മറ്റ് രാജ്യങ്ങൾ കയറ്റി അയച്ചിട്ട് അവസാനം അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഇൻഡിഫെക്റ്റ് നമുക്ക് നഷ്ടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഒപ്പം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അതായത് ഫോറിൻ ട്രേഡിനെ കുറിച്ച് നമുക്ക് 2 പോയിന്റ് ഉണ്ട്. ദ ഓപ്പണിംഗ് ഓഫ് ദി സൂയസ് കനാൽ ഫർദർ ഇൻക്രീസ്ഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. അപ്പോൾ സൂയസ് കനാലിൻ്റെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ സൂയസ് കനാൽ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ വീണ്ടും ബാധിച്ചു. ദ സൂയസ് കനാൽ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സീ ലെവൽ വാട്ടർവേ ഇൻ ഈജിപ്ത് കണക്റ്റിംഗ് ദ മെഡിറ്ററേനിയൻ സീ ടു ദി റെഡ് സീ. അപ്പോൾ ഇവിടെ എന്താണ് സൂയസ് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടലിലെ ഒരു കപ്പൽ മാർഗ്ഗമാണ്. ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സീ ലെവൽ വാട്ടർവേ ആണ് ഈജിപ്തിൽ ഉണ്ടാക്കിയത്. കണക്റ്റിംഗ് ദ മെഡിറ്ററേനിയൻ സീ ടു ദി റെഡ് സീ. ഏതിനെയൊക്കെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്? മെഡിറ്ററേനിയൻ കടലിനെയും റെഡ് സീനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് സൂയസ് കനാൽ. അത് ഈജിപ്തിലാണുള്ളത്. ത്രൂ ദി ഇൽത്തുമസ് ഓഫ് സിയോസ് അല്ലേ, അത് ഏത് വഴിയായിരുന്നു അത് വന്നിരുന്നത്? ഇവിടെ ഇസ്തുമസ് ഓഫ് സിയോസ് എന്ന് പറഞ്ഞ
ആ ഒരു വഴിയായിരുന്നു അത് എത്തിക്കൊണ്ടിരുന്നത്. ഇറ്റ് ഗ്രേറ്റ്ലി റെഡ്യൂസസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ത്രൂ വാട്ടർവേസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഫോറിൻ രാജ്യങ്ങളിൽ തന്നെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാനൊക്കെ അത് എളുപ്പത്തിലായി. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അത്തരത്തിലുള്ള ആ ഒരു എക്സ്പോർട്ടിൻ്റെയൊക്കെ സാഹചര്യം, കയറ്റുമതിയുടെയൊക്കെ സാഹചര്യം കുറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത വാസ് ദി ജനറേഷൻ ഓഫ് എ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. അപ്പോൾ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ഓഫ് എക്സ്പോർട്ട് ഓവർ ഇമ്പോർട്ട് എന്നുള്ളതാണ്. അതായത് ഇമ്പോർട്ടിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മൾ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു പോസിറ്റീവ് ഇൻഡിക്കേറ്റർ, വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയെങ്കിലും അത് ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നു. അതായത് നമുക്ക് ഇന്ത്യക്ക് എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസ് അത്രമാത്രം ഈസിലി അവൈലബിൾ ആയില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നീഡിനെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആവശ്യങ്ങളെ അതിനെ കണക്കിലെടുക്കാതെ തന്നെ ഗുഡ്സ് നമുക്ക് ബ്രിട്ടൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടി, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ലാഭത്തിന് വേണ്ടി നമുക്കത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കേണ്ടി വന്നു അല്ലേ. ഹവർ ദി സർപ്ലസ് കെയിം അറ്റ് ദി കോസ്റ്റ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. അതെല്ലാം ഇന്ത്യൻ ഇക്കോണമിയുടെ നഷ്ടത്തിലാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ അറ്റ് ദ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇക്കോണമിയുടെ നഷ്ടത്തിലാണ് കലാശിച്ചത്. ആൻഡ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ എനി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലോ ഓഫ് ഗോൾഡ് ഓൺ സിൽവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് നമ്മുടെ കയറ്റുമതിക്ക് പകരമായിട്ട് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഒന്നും ലഭിക്കുന്നതിനൊന്നും കാരണമായില്ല. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഫോറിൻ ട്രേഡിൻ്റെ ഒരു അവസ്ഥ ബ്രിട്ടീഷ് ഭരണകാലത്ത്. ഇനി നമുക്ക് ഡെമോഗ്രാഫിക് കണ്ടീഷൻ നോക്കാം. ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ അതും നമ്മൾ കൊളോണിയൽ പീരീഡിൽ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഡെമോഗ്രഫിക് അവസ്ഥ എന്താണെന്നുള്ളതാണ് നോക്കുക. പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാ ഫസ്റ്റ് കളക്റ്റഡ് ത്രൂ ദി സെൻസസ് ഇൻ 1881. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യം തന്നെ നമ്മൾ 1881 ഒരു സെൻസസ്, അതായത് ജനസംഖ്യ സംബന്ധിച്ച ഒരു കണക്കെടുപ്പ് നടന്നത്. ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ഈ 1921 മുമ്പ് വരെ ഇന്ത്യ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി ഉണ്ട്. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഡെമോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യ, അതിൻ്റെ ഒരു വളർച്ചയും മറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. അപ്പോൾ അതിന് 3 ഫേസസ് ആണുള്ളത്. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് വളരെ കുറവും ജനനനിരക്ക് വളരെ കുറവും, ഡെത്ത് റേറ്റ് മരണനിരക്ക് അത് വളരെ കൂടുതലുമായിരിക്കും. ഫസ്റ്റ് ഫേസിൽ ബർത്ത് റേറ്റ് കുറവല്ല, വെരി ഹൈ ആണ് കേട്ടോ. ബർത്ത് റേറ്റ്, അതായത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ ഹൈ ആയിരിക്കും, ജനനനിരക്കും മരണനിരക്കും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് വെരി ലോ ആയിരിക്കും. അപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, വളർച്ച, അതായത് ജനസംഖ്യയിൽ വളർച്ചയൊന്നും ഉണ്ടാവുന്നില്ല. ബർത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ എന്താണ്, ഡെത്ത് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടും ഒരുപോലെ ആകുമ്പോൾ പോപ്പുലേഷനിൽ കൂടുതൽ വളർച്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ 1921 മുമ്പ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ആയിരുന്നു തുടങ്ങിയത് അല്ലേ. 1921 മുമ്പ് ഫസ്റ്റ് ഫേസിൽ, അതിനുശേഷം 1921 ശേഷം സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ 1921 വരെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ആയിരുന്നു ഇന്ത്യയിലെ അവസ്ഥ. സെക്കൻഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം അല്ലേ. ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം എന്നാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ബർത്ത് റേറ്റ് വെരി ഹൈ ആയിരുന്നു, അത് ജനനിരക്ക് കൂടി, ഡെത്ത് റേറ്റ് എന്ത് സംഭവിച്ചു, അത് കുറഞ്ഞു, മരണനിരക്ക് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ, അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വെരി ഹൈ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു 1921 ശേഷം വന്നത്. ഇനി തേർഡ് ഫേസിലേക്ക് വന്നപ്പോൾ ബർത്ത് റേറ്റ് ലോ, ഡെത്ത് റേറ്റ് ലോ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും ലോ. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒരേ സമയത്ത് കുറയുമ്പോൾ പോപ്പുലേഷൻ്റെ വളർച്ചയും കുറയും അല്ലേ. അപ്പോൾ നമുക്ക് 1921 ശേഷം നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫേസിലൂടെ കടന്നുപോയി. അതിനുശേഷം ഈ 1921 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷത്തെ ഒരു ഗ്രേറ്റ് ഡിവൈഡ് എന്നുള്ള വർഷമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതായത് വലിയ ഒരു മാറ്റം പിന്നീട് സംഭവിച്ചു. വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇന്ത്യൻ ഡെമോഗ്രഫിക് ഹിസ്റ്ററിയിൽ ഇന്ത്യയുടെ ഒരു ജനസംഖ്യാ വളർച്ചയിൽ ആ ഒരു കാലഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടായ ഒരു വർഷമായിരുന്നു 1921. മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. അതിനുശേഷം മരണനിരക്ക് വളരെ കൂടി. മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് ക്വൈറ്റ് അലാമിങ്. അതായത് ശിശു മരണനിരക്ക്, നമ്മൾ നവജാതരായിട്ടുള്ള ശിശുക്കൾ, ഈ അടുത്ത കാലത്തുണ്ടായ കുട്ടികൾ, അവരുടെയൊക്കെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി, അതിൻ്റെ ആളുകളുടെ ആയുർദൈർഘ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നുള്ളതാണ്, എത്ര വയസ്സ് വരെ, അതും വളരെ ലോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ കണക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ലിറ്ററസി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാക്ഷരതാ നിരക്ക് വെറും 16%. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി, നമ്മുടെ സ്ത്രീകളുടെ ഒരു സാക്ഷരതാ നിരക്ക് എന്ന് പറഞ്ഞാൽ വെറും 7% മാത്രമുള്ളായിരുന്നു. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ 218 പെർ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 218 കുട്ടികൾ മരിച്ചു പോകുമായിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി, അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 32 ഇയേഴ്സ് മാത്രമായിരുന്നു. 32 വർഷം വരെയായിരുന്നു ശരാശരി ആളുകളുടെ ആയുർദൈർഘ്യം ആ സമയത്തൊക്കെ. നമുക്കിപ്പോഴൊക്കെ ഏകദേശം 70-72
ആ റേഞ്ചിനടുത്ത് നമുക്ക് ആയുർദൈർഘ്യം കേരളത്തിലേക്ക് പ്രത്യേകിച്ച് ഉണ്ടല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് 32 വർഷം മാത്രമായിരുന്നു ആയുർദൈർഘ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഡെമോഗ്രഫിക് കണ്ടീഷൻ്റെ ഒരവസ്ഥ. അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടീഷൻ ഓഫ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, അതായത് തൊഴിൽ ഘടനയുടെ അവസ്ഥയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ആളുകളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺ അക്രോസ് ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ്. അതായത് ആളുകൾ കൂടുതലായിട്ടും എങ്ങനെയായിരുന്നു, ഏതൊക്കെ മേഖലകളായിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് എങ്ങനെയായിരുന്നു, ഏതൊക്കെ മേഖലകളാണ് ആളുകൾ കൂടുതൽ പണിയെടുത്തുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ അഗ്രികൾച്ചർ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദി ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ് അല്ലേ. അതായത് കാർഷിക മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 70-ക്കും 75% ഇടയ്ക്ക്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 72.56% ആയിരുന്നു അന്ന് കാർഷിക മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. ദ മാനുഫാക്ചറിങ് ആൻഡ് ദ സർവീസ് സെക്ടർ അക്കൗണ്ടഡ് ഓൺലി 10% ആൻഡ് 15 to 20% റെസ്പെക്റ്റീവ്ലി. മാനുഫാക്ചറിങ് മേഖല, അതായത് ഇൻഡസ്ട്രി മേഖലയിൽ നിന്ന് 10% ആളുകൾ വർക്ക് ചെയ്തപ്പോൾ ബാക്കിയുള്ള സർവീസ് ഇൻഡസ്ട്രി, സേവന മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 15 മുതൽ 20% വരെ അല്ലേ. 15 മുതൽ 20% വരെ. ഇവിടെ 10.15 നടക്കുന്നത്, നമ്മളത് 15 മുതൽ 20% വരെ നമ്മുടെ ഇവിടെ എഴുതുന്നതായിരിക്കും ഇച്ചിരി നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടനയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥയും കൂടെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. ബ്രിട്ടീഷ് ഡെവലപ്ഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ ഏകദേശം ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിൽ നമ്മുടെ അടിസ്ഥാന മേഖലകളുടെ അത്യാവശ്യം നല്ല വളർച്ച തന്നെ ഉണ്ടായി. റെയിൽവേ ഒക്കെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്. റെയിൽവേകൾ നിർമ്മിച്ചു, ഒപ്പം തന്നെ പോർട്ട്സ്, തുറമുഖങ്ങൾ നിർമ്മിച്ചു, ജലഗതാഗതത്തിന് വാട്ടർ ട്രാൻസ്പോർട്ട്, ഒപ്പം തന്നെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ഇന്ത്യയുടെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. റിയൽ മോട്ടീവ്, അവരൊക്കെ ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ രക്ഷപ്പെടണം എന്ന് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ വളർത്തണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല. ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദിസ്, ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് വാസ് ടു മീറ്റ് ദെയർ കൊളോണിയൽ ഇൻട്രസ്റ്റ്, അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിൽ അവർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ, അവർക്കൊരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനുവേണ്ടിയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്തത്. ദ റോഡ്സ് ദാറ്റ് ബിൽറ്റ് വെയർ ഫോർ ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ആർമി വിത്തിൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ അവരുടെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു റോഡുകളൊക്കെ നിർമ്മിച്ചത്. ആൻഡ് റോ മെറ്റീരിയൽസ് ടു ദി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓർ ദി പോർട്ട്, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ തുറമുഖത്തേക്കോ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ റോഡുകൾ അവർ പ്രധാനമായിട്ടും നിർമ്മിച്ചത്. അതുപോലെ തന്നെ ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ദ റെയിൽവേസ് ഇൻ ഇന്ത്യ, 1850 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു സംഭാവനയായിട്ടാണ് കരുതുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെ റെയിൽവേ സഹായിച്ചത് 2 തരത്തിലാണ്. ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു അണ്ടർടേക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഇന്ത്യയിൽ ദീർഘദൂരത്തേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ പോകാൻ വേണ്ടി സാധിച്ചു ട്രെയിൻ മാർഗം. അപ്പോൾ തന്നെ ഇറ്റ് സ്പെൻസ് അപ്പ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, അത് ഇറ്റ് സ്പീഡ്സ് അപ്പ് അല്ലേ. അതായത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മേഖല, നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് വിറ്റഴിക്കാനും മറ്റും അതിൻ്റെ കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ റെയിൽവേ സഹായിച്ചിട്ടുണ്ട്. ദെൻ റെയിൽവേ ഇൻക്രീസ് വോളിയം ഓഫ് ഇന്ത്യസ് എക്സ്പോർട്ട്, ഒപ്പം തന്നെ റെയിൽവേ നമ്മുടെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിക്കായിട്ട് റെയിൽവേ ട്രെയിൻ വഴിയൊക്കെ നമുക്ക് തുറമുഖത്തേക്ക് മറ്റും എത്തിക്കാൻ പറ്റി. എലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേയുടെ ഒപ്പം തന്നെ ബ്രിട്ടീഷ് ഓൾസോ ഡെവലപ്ഡ് റോഡ്, റെയിൽവേയുടെ വികസനത്തോടൊപ്പം തന്നെ റോഡുകൾ, ഒപ്പം തന്നെ ഇൻലാൻഡ് ആൻഡ് സീ വാട്ടർ വേസ്, നമ്മുടെ ഉൾനാടൻ ഗതാഗതം, നമ്മുടെ കായൽ കൂടെയുള്ള യാത്രകൾ, ഒപ്പം തന്നെ കടൽ മാർഗമുള്ള യാത്രകൾ, അതെല്ലാം ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഇന്ത്യയിലെ റെയിൽവേയും റോഡുകളും ഒപ്പം തന്നെ മറ്റ് ജലഗതാഗത മാർഗ്ഗങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മളൊരു ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും കൂടുതൽ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുക. ഈ ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സും അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്ലാസ്സുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കുറിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്